ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പി ജയരാജനെ കുടുക്കാൻ യു.ഡി.എഫ് സർക്കാർ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. രഹസ്യ ഫയൽ കാണാതായതിൽ ദുരൂഹത. ജയരാജനെ പ്രതിയാക്കി റിപ്പോർട്ട് നൽകാൻ ജയിൽ മേധാവിയോട് സർക്കാർ ആവശ്യപ്പെട്ടു. ജയരാജനെ കുടുക്കാൻ വിസമ്മതിച്ച അലക്സാണ്ടർ ജേക്കബിന്റെ സ്ഥാനം തെറിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേർന്നുണ്ട്. തത്സമയം ഷീജ, ജയരാജനെ കുടുക്കാനുള്ള ശ്രമങ്ങൾ, അന്ന് നടന്ന കാര്യങ്ങൾ, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, ടി.പി. വധവുമായി ബന്ധപ്പെട്ട് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി ജയരാജനെ കുടുക്കാനായി കഴിഞ്ഞ സർക്കാർ വ്യക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിൽ പ്രധാനമായും പറയാനുള്ളത് അന്നത്തെ ജയിൽ മേധാവിയായിരുന്ന അലക്സാണ്ടർ ജേക്കബ് ഇതിനെതിരെ ഇത്തരത്തിൽ ജയരാജനെ പ്രതിയാക്കാൻ കഴിയില്ല, ജയരാജനെതിരെ സർക്കാർ നൽകാൻ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് അദ്ദേഹത്തിന് നൽകാൻ കഴിയില്ല എന്ന തരത്തിൽ അദ്ദേഹം ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ ഫയൽ തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നും കാണുവാനില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ വ്യക്തമായും പറയുന്നത് ടി.പി. കേസിലെ പ്രതികളെ ജയിലിൽ അവർക്ക് ഫോൺ നൽകുന്നതിനും ഫേസ്ബുക്കിലൂടെ ആശയവിനിമയം നടത്തുന്നതിനും എല്ലാം പി ജയരാജൻ കൂട്ടുനിന്നു എന്ന തരത്തിലേക്ക് വരുത്തി തീർക്കാനായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായത്. അതോടൊപ്പം തന്നെ പി ജയരാജനെ ഈ കേസിൽ പ്രതിയാക്കുക എന്നുള്ളതായിരുന്നു അലക്സാണ്ടർ ജേക്കബിന് സർക്കാരിൽ നിന്നും നൽകിയിരുന്ന നിർദ്ദേശം. ഇതിന് അദ്ദേഹം വിസമ്മതിക്കുകയായിരുന്നു. ഇത്തരത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനം ഒന്നും താൻ ചെയ്യില്ല എന്നൊരു മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇതിൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു മറുപടി നൽകിയപ്പോൾ പല ഭാഗത്തു നിന്നും സ്വാധീനങ്ങൾ ഉണ്ടായതായും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഈ റിപ്പോർട്ട് നൽകിയ ദിവസം തന്നെയാണ് അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്നും സർക്കാർ നീക്കം ചെയ്ത് അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റി ഒരു അപ്രസക്തമായ സ്ഥാനത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിരുന്നത്. ഇത് അന്ന് തന്നെ ഏറെ ചർച്ചയായതും വിവാദമായ വിഷയവുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നൽകിയ ഫയലാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും കാണാതായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ വ്യക്തമാകുന്ന മറ്റൊരു കാര്യം, ടി.പി. കേസുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ നിയമോപദേശം ലഭിച്ചിട്ട് പോലും ആ നിയമോപദേശം പോലും സംസ്ഥാന സർക്കാർ പരിഗണിച്ചിരുന്നില്ല. ഇതിൽ രാഷ്ട്രീയ നീക്കങ്ങൾ, രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ് പി ജയരാജനെ പ്രതിയാക്കാൻ വേണ്ടി ടി.പി. കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നിയമോപദേശത്തിന്റെയും നിയമ സെക്രട്ടറിയുടെ നിയമോപദേശത്തിന്റെയും ഒക്കെ വിവരങ്ങൾ പുറത്തുവരുന്ന ഈ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഫയൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ ദുരൂഹതയും വർദ്ധിപ്പിക്കുന്നത്. സൗമ്യ, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. വടകര MHES കോളേജിലെ 1ാം വർഷ മൈക്രോബയോളജി വിദ്യാർത്ഥിനിയാണ് അസ്നാസ്. കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, വിവരങ്ങൾ. സൗമ്യ, കോഴിക്കോട് വടകരയിലാണ് റാഗിങ്ങിൽ മറന്നുകൊണ്ട് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. വടകര ചെരണ്ടത്തൂരിലെ MHES കോളേജിലെ 2ാം വർഷ മൈക്രോബയോളജി വിദ്യാർത്ഥിനിയായ ഹസ്നാസ് ആണ് ആത്മഹത്യ ചെയ്തത്. തോടന്നൂരിലെ വീട്ടിലെ കുളിമുറിയിൽ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിയോടെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിൽ മലന്നൊന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഈ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികളാണ് ഹസ്നാസിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസവും വൈകുന്നേരവും സാധാരണ രീതിയിൽ തന്നെ പെൺകുട്ടി കോളേജിൽ നേരിടേണ്ടി വന്നത്. 3ാം വർഷ വിദ്യാർത്ഥികൾ വൈകുന്നേരം കോളേജ് വിട്ട സമയത്ത് പെൺകുട്ടിയെ കൂവി വിളിച്ച് അപമാനിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇനി കോളേജിലേക്ക് വരില്ലെന്ന് സഹപാഠികളോട് പറഞ്ഞ ശേഷമാണ് പെൺകുട്ടി വീട്ടിലേക്ക് പോയതെന്ന വിവരവും കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും സംഭവത്തെ തുടർന്ന് ബന്ധുക്കളുടെ പരാതിയിൽ വടകര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സൗമ്യ, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കാണാതായ വിമാനം കണ്ടെത്താനായി ബംഗാൾ ഉൾക്കടലിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു. വ്യോമനാവിക തീര സംരക്ഷണ സേനകൾ സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. അതേസമയം പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ ഇന്ന് ചെന്നൈയിലെത്തും. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്താണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് മുതൽ കാണാതായ വ്യോമസേനയുടെ AN-37 വിമാനത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ബംഗാൾ ഉൾക്കടൽ മേഖലയിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ അഭ്യർത്ഥനയെ മാനിച്ച് ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളും തിരച്ചിൽ ദൗത്യത്തിന് ഒപ്പം ചേർന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ രാജ്യങ്ങളുടെ സഹായം ഈ തിരച്ചിലിനായി തേടാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. 12 വിമാനവും 8 കപ്പലുമാണ് ഇപ്പോൾ തിരച്ചിലിനായി രംഗത്തുള്ളത്. വ്യോമസേനയും നാവികസേനയും തീരസംരക്ഷണ സേനയും സംയുക്തമായി തിരച്ചിലിന് നേതൃത്വം നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകാനും സ്ഥിതിഗതികൾ വിലയിരുത്താനുമായി കേന്ദ്ര മന്ത്രി
മനോഹർ പരീക്കർ ഇന്ന് ചെന്നൈയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് സംബന്ധിച്ച ചില വിശദീകരണങ്ങൾ ഉണ്ടാകും എന്നും അറിയാൻ കഴിയുന്നു. ഏതായാലും വിമാനത്തിൽ ഉണ്ടായിരുന്ന 29 പേരിൽ 2 മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് കക്കോടി സ്വദേശിയായ വിമൽ, കാക്കൂർ സ്വദേശി സജീവ് കുമാർ എന്നിവരാണ് വിമാനത്തിലുള്ള മലയാളികൾ. ഏതായാലും 24 മണിക്കൂർ ഈ വിമാനം കാണാതായിട്ട് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ പ്രതികൂല കാലാവസ്ഥ ഈ വിമാനത്തിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് വിമാനം കണ്ടെത്താനായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സൗമ്യ. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരം തേടുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അനുരഞ്ജന യോഗം ഇന്ന് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് യോഗം. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നുണ്ട്. സമീർ, എങ്ങനെയായിരിക്കും യോഗത്തിൽ ആരൊക്കെയായിരിക്കും പങ്കെടുക്കുക? പ്രത്യേകിച്ച് ഇപ്പോഴും വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അനുരഞ്ജനത്തിനുള്ളൊരു സാധ്യതയൊക്കെ എങ്ങനെയാണ്? സൗമ്യ, കഴിഞ്ഞ 19-ാം തീയതിയും തുടർന്നും ഹൈക്കോടതിയിലും ഹൈക്കോടതി പരിസരത്തും ഉണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും അഭിഭാഷകർക്കും മാധ്യമപ്രവർത്തകർക്കും ഇടയിൽ വലിയ അകൽച്ച തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ പോലും അഭിഭാഷകർ എറണാകുളം പ്രസ് ക്ലബിലേക്ക് മാർച്ച് നടത്തുകയും പത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും അതോടൊപ്പം തന്നെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം വിളികളും ഉണ്ടായിരുന്നു. ഒരു സംഘർഷത്തിലേക്ക് നീങ്ങും എന്ന രീതിയിലെത്തിയപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് ബാരിക്കേഡ് തീർത്തുകൊണ്ട് അവരെ അഭിഭാഷകരെ തിരിച്ചയക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഹൈക്കോടതി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയാൽ ഇനിയും മർദ്ദിക്കും എന്നുള്ള മുദ്രാവാക്യ വിളികൾ കൂടിയായിരുന്നു അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അകൽച്ച മാധ്യമപ്രവർത്തകർക്കും അഭിഭാഷകർക്കും നിലനിൽക്കുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പ്രശ്നത്തിന് ഒരു അന്തിമ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് മുഖ്യമന്ത്രി അനുരഞ്ജന യോഗം വിളിച്ചിരിക്കുന്നത്. 12 മണിക്ക് എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഇതിൽ ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ ഭാരവാഹികളും അതോടൊപ്പം തന്നെ എറണാകുളം പ്രസ് ക്ലബിന്റെ ഭാരവാഹികളുമാണ് പങ്കെടുക്കുക. കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ മുഖ്യമന്ത്രി ഇതിൽ നിന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ഈ വിഭാഗത്തെയും ചേർത്തിക്കൊണ്ടുള്ള ഈ യോഗത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഇതിന് തൊട്ടു മുമ്പ് ഈ ഒരു പ്രശ്നം ഉണ്ടായ സാഹചര്യത്തിൽ AGയുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും ഏതാനും മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് അഭിഭാഷകർ വീണ്ടും കയ്യേറ്റം ചെയ്തതും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതും അതോടൊപ്പം തന്നെ വനിതാ മാധ്യമപ്രവർത്തകരെ തടഞ്ഞു വെക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഏറെ നിർണായകമായിട്ടുള്ള ഒരു യോഗമാണ്. ഇതിൽ എത്രമാത്രം ഈ ചർച്ചയിൽ എത്രമാത്രം അത് വിജയിക്കാൻ കഴിയും എന്നുള്ളത് ഏതായാലും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി കൂടി ഇടപെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിന് ഇന്നൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ചേരുന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് അസോസിയേഷന്റെ ഭാരവാഹികളും എറണാകുളം പ്രസ് ക്ലബ് ഭാരവാഹികളുമാണ് പങ്കെടുക്കുന്നത്. സൗമ്യ. സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ് KPCC പുനഃസംഘടന അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറിമാർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. VM സുധീറിന് ഇതുവരെ പിന്തുണ നൽകിയിരുന്ന സെക്രട്ടറിമാരാണ് നേതൃമാറ്റ ആവശ്യവുമായി കോൺഗ്രസ് ഉപാധ്യക്ഷനെ സമീപിച്ചത്. പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായവും KPCC നേതൃമാറ്റം തന്നെയെന്ന് നേതാക്കൾ രാഹുലിനെ ധരിപ്പിച്ചു. AK ആന്റണിയുമായി രാഹുലിനെ ചർച്ച നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCC പുനഃസംഘടന അടിയന്തരമായി നടത്തണമെന്ന് കോൺഗ്രസ് MPമാർ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് VM സുധീറിനെതിരെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന KPCC സെക്രട്ടറിമാരും ഇപ്പോൾ നേതൃമാറ്റ ആവശ്യവുമായി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ എത്തിയത്. പാർട്ടി പുനഃസംഘടന ഉടൻ നടത്തണമെന്നും ഇപ്പോഴത്തെ നേതൃത്വവുമായി മുന്നോട്ടു പോയാൽ പാർട്ടി കൂടുതൽ നിർജീവമാകുമെന്നും നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസരിക്കിന്റെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. നെയ്യാറ്റിൻകര സനൽ, പഴകുളം മധു എന്നിവരുൾപ്പെടെ 6-ൽ പരം KPCC സെക്രട്ടറിമാരാണ് നേതൃമാറ്റ ആവശ്യവുമായി രാഹുലിന് മുന്നിലെത്തിയത്. കഴിഞ്ഞ ദിവസം കൂട്ടമായും സ്വകാര്യമായും MPമാർ KPCC പുനഃസംഘടന എന്ന ആവശ്യം രാഹുലിന് മുമ്പാകെ ആവർത്തിച്ചിരുന്നു. DCC പ്രസിഡന്റുമാർ മുതൽ പോഷക സംഘടനാ നേതാക്കൾ വരെ നീണ്ട കൂടിക്കാഴ്ചയിലും ഈ ആവശ്യം ശക്തമായിരുന്നു. എന്നാൽ സുധീറിന് പകരം ആര് എന്ന ചോദ്യത്തിന് ഹൈക്കമാൻഡിൽ മറുപടി പറയാൻ MPമാർക്കായിരുന്നില്ല. അടിയന്തര നേതൃമാറ്റ ആവശ്യം വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചിരുന്ന കോൺഗ്രസ് ഉപാധ്യക്ഷൻ ഇപ്പോൾ സുധീറിനെതിരെയുള്ള ഭൂരിപക്ഷ അഭിപ്രായത്തിലാണ് ശ്രദ്ധയൂന്നുന്നത്. MPമാർക്ക് പിന്നാലെ KPCC സെക്രട്ടറിമാരും KPCC പുനഃസംഘടന എന്ന ആവശ്യം ഹൈക്കമാൻഡ് മുമ്പാകെ ശക്തമാക്കി കഴിഞ്ഞു. ഇനിയും ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വ്യാപാര സമുച്ചയത്തിന് നേരെ വെടിവയ്പിൽ 15 പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. തെക്കൻ ജർമ്മനിയിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിന് സമീപമുള്ള വ്യാപാര സമുച്ചയത്തിലാണ് വെടിവയ്പ് നടന്നത്.
തെക്കൻ ജർമ്മനിയിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിന് സമീപമുള്ള വ്യാപാര സമുച്ചയത്തിലാണ് വെടിവയ്പ് നടന്നത്. വെടിവയ്പിൽ ഇതുവരെ 15 പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. എന്നാൽ ഔദ്യോഗികമായ കണക്കുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അജ്ഞാതനായ തോക്കുധാരി ഇന്ത്യൻ സമയം വൈകിട്ട് 4 മണിയോടെ മാളിലേക്ക് വെടിയുതിർത്തു എന്നതാണ് റിപ്പോർട്ട്. എന്നാൽ ആരാണ് ആക്രമണം നടത്തിയത് എന്നതിനെക്കുറിച്ച് സൂചനയൊന്നും നൽകാൻ ജർമ്മൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. സംഭവസ്ഥലം പോലീസ് വളഞ്ഞിരിക്കുകയാണ്. വെടിവയ്പ് നടന്ന സ്ഥലത്തേക്ക് ജനങ്ങൾ വരുന്നതിന് പോലീസ് വിലക്കേർപ്പെടുത്തി. വീടുകളിൽ നിന്നും ആരും പുറത്തേക്കിറങ്ങരുതെന്നും പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. ഇടുക്കി മെഡിക്കൽ കോളേജ് വേണ്ടെന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ഇന്ന് UDFന്റെ ആഹ്വാനത്തിൽ ജില്ലയിൽ ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ അലംഭാവത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുന്നുവെന്ന CPIMന്റെയും BJPയുടെയും ആക്ഷേപം നിലനിൽക്കെയാണ് UDFന്റെ ഹർത്താൽ. അടിസ്ഥാന സൗകര്യമൊരുക്കാതെ മെഡിക്കൽ കോളേജ് ആരംഭിക്കുകയും വിദ്യാർത്ഥികളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്ത ഇടുക്കി മെഡിക്കൽ കോളേജ് ഈ സർക്കാരിന്റെ കാലത്ത് യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പു നൽകി CPIM ജില്ലാ കമ്മിറ്റി. UDFും യൂത്ത് കോൺഗ്രസും ഇപ്പോൾ നടത്തുന്ന മുതലക്കണ്ണീർ ജനങ്ങളെ പറ്റിക്കാനെന്നും CPIM. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് ഈ സർക്കാരിന്റെ കാലത്ത് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ തുറക്കുമെന്ന ഉറപ്പുമായാണ് CPIM ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. 70 കോടി രൂപ നബാർഡിൽ നിന്നും ധനസഹായം ലഭിച്ചിട്ടും അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ജാള്യത മറയ്ക്കാനാണ് UDFും യൂത്ത് കോൺഗ്രസുകാരും സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്ന് CPIM ആരോപിക്കുന്നു. UDF ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമക്കുരുക്കുകളും എല്ലാം അഴിച്ചുകൊണ്ട് ആവശ്യമായ പണം വെച്ച് മെഡിക്കൽ കോളേജിൽ പ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ് LDF ഗവൺമെന്റിന്റെ അസന്നിഗ്ധത. ആ നിലപാടിൽ നിന്നും UDF ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജനവഞ്ചനയെ മറയ്ക്കുന്നതിന് വേണ്ടി നടത്തുന്ന കേവലമായ അതര വ്യായാമമാണ് യൂത്ത് കോൺഗ്രസിന്റെ UDF സമരം. മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യമില്ലായ്മ മൂലം നിലവിലെ വിദ്യാർത്ഥികളെ മറ്റു മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരോഗ്യമന്ത്രി ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. ജനപ്രതിനിധികളുമായി മന്ത്രി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷമാകും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ തീരുമാനിക്കുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 2014-15 വർഷങ്ങളിലെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൈരളി പീപ്പിൾ ടിവിക്ക് 15 അവാർഡുകൾ ലഭിച്ചു. കൈരളി TV MD ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കുന്ന JB ജംഗ്ഷന് മികച്ച ടെലിവിഷൻ ഷോയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. മികച്ച വാർത്താവതാരകനുള്ള പുരസ്കാരം NP ചന്ദ്രശേഖരനും മികച്ച ഹ്രസ്വചിത്രത്തിനുള്ള പുരസ്കാരം EM അഷ്റഫും മികച്ച ഡോക്യുമെന്ററിക്കും അവതാരകനുമുള്ള പുരസ്കാരം ബിജു മുത്തത്തിയും ഏറ്റുവാങ്ങി. 2014 മികച്ച ടെലിവിഷൻ ഷോയായി കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കുന്ന JB ജംഗ്ഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഷോ ഡയറക്ടറും എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ M രാജീവ് പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച വാർത്താവതാരകനുള്ള പുരസ്കാരം ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങി. മികച്ച ടെലിഫിലിമിനുള്ള പുരസ്കാരം മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫിന്റെ ബോംയൂർ മയ്യഴിക്കാണ്. മികച്ച സംവിധായകനായും EM അഷ്റഫ് പുരസ്കാരം ഏറ്റുവാങ്ങി. 2014 ബിജു മുത്തത്തിയുടെ കേരള എക്സ്പ്രസ് ആണ് മികച്ച ഡോക്യുമെന്ററി. അമ്മക്കിളി എന്ന എപ്പിസോഡിനാണ് പുരസ്കാരം. 2015 കേരള എക്സ്പ്രസിന്റെ അവതരണത്തിന് ബിജു മുത്തത്തി പ്രത്യേക ജൂറി പരാമർശത്തിനും അർഹനായി. കഥേതര വിഭാഗത്തിൽ മികച്ച അവതാരകയായി ഭാഗ്യലക്ഷ്മി പുരസ്കാരം ഏറ്റുവാങ്ങി. കൈരളി TVയിൽ അവതരിപ്പിക്കുന്ന സെൽഫി എന്ന ടോക്ക് ഷോയ്ക്കാണ് പുരസ്കാരം. കഥാവിഭാഗത്തിൽ കുട്ടികളുടെ മികച്ച ഹ്രസ്വചിത്രമായി കോട്ടി പുരസ്കാരം നേടി. കോട്ടിയിലെ അഭിനയ തികവിന് അക്ഷയും നിതീഷും മികച്ച ബാലതാരങ്ങളായി. മികച്ച നടനായി ഉന്മാദം എന്ന ടെലിഫിലിമിലെ മുരുകൻ പുരസ്കാരം നേടി. ഇതേ ടെലിഫിലിമിലെ അഭിനയത്തിന് ശ്യാമള മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം നേടി. സഹ്യപുത്രി ദുഃഖപുത്രി എന്ന ഡോക്യുമെന്ററിയും പ്രത്യേക പരാമർശം നേടി. 2015 മികച്ച ബാലതാരമായി കുഞ്ഞേടത്തിയിലെ അഭിനയ തികവിന് ആരോമൽ പുരസ്കാരം നേടി. സാംസ്കാരിക മന്ത്രി AK ബാലനാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ, സംവിധായകനും തിരക്കഥാകൃത്തുമായ ശങ്കർ രാമകൃഷ്ണൻ, പുതുമുഖ നടി രജീഷ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇനി പറക്കും ബോട്ടുകളുടെ കാലം. സംസ്ഥാനത്തെ വിനോദസഞ്ചാര ജലഗതാഗത മേഖലകൾക്ക് കുതിപ്പേകാൻ 2 പറക്കും ബോട്ടുകൾ കൊച്ചി തീരത്തെത്തി. കൊച്ചി ബേപ്പൂർ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന സർവീസിനാണ് അതിവേഗ ഹൈഡ്രോഫോയിഡ് ബോട്ടുകൾ കൊച്ചിയിലെത്തിച്ചത്. ഗ്രീസിലെ ഏതൻസ് തുറമുഖത്ത് നിന്ന് ഇൻഡസ്ട്രിയൽ ഗ്രേസ് എന്ന കപ്പലിലാണ് റഷ്യൻ നിർമ്മിതമായ 2 ഹൈഡ്രോഫോയിൽ ബോട്ടുകൾ എറണാകുളം വാർഫിലെ ക്യൂബർത്തിലെത്തിച്ചത്. ചൊവ്വാഴ്ച വെളുപ്പിന് 4 ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കാൻ ആരംഭിച്ച ബോട്ടുകൾ 9 മണിയോടെ നീരണിഞ്ഞു.
ആധുനിക ഹൈഡ്രോഫോയിൽ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് രണ്ട് ബോട്ടുകളും. ബോട്ടുകളുടെ അടിത്തട്ട് ജലോപരിതലത്തിൽ നിന്ന് ഉയർത്തി നിർത്തി അതിവേഗത്തിലുള്ള സഞ്ചാരം സാധ്യമാക്കുന്ന സാങ്കേതികവിദ്യയാണിത്. അടിഭാഗം സ്രാവിന്റെ മാതൃകയിലും പുറമെ ഇരുവശത്തും ചെറു ചിറകുകളോടുകൂടി വിമാനത്തിന്റെ മാതൃകയിലുമാണ് ബോട്ടുകളുടെ നിർമ്മിതി. 180 പേർക്ക് യാത്ര ചെയ്യാനാകുന്ന ബോട്ടിന്റെ ശരാശരി വേഗം മണിക്കൂറിൽ 60 മുതൽ 70 കിലോമീറ്റർ വരെയാണ്. 2 മുതൽ 3 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് പറന്ന് ബേപ്പൂരിന്റെ തീരം പിടിക്കും ഈ ഉശിരൻ ബോട്ടുകൾ. തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെയുള്ള കപ്പൽ ചാലിലൂടെയായിരിക്കും ബോട്ടുകളുടെ യാത്ര. ശീതീകരിച്ച യാത്രാ ക്യാബിനുകൾ, VIP ക്യാബിനുകൾ തുടങ്ങിയ ആഡംബര സൗകര്യങ്ങളും എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ബോട്ടുകളിൽ സജ്ജമാണ്. 2 ബോട്ടിനും കൂടി 15 കോടി രൂപ വിലയുണ്ട്. വിദേശ മലയാളികളുടെ സ്ഥാപനമായ സേഫ് ബോട്ട് സ്ട്രിപ്പുമായി സഹകരിച്ചാണ് സർവീസ് നടത്തുന്നത്. തുറമുഖ വകുപ്പുമായി ഇവരുണ്ടാക്കിയ ധാരണയനുസരിച്ച് സംസ്ഥാന സർക്കാരാണ് സർവീസിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നത്. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സർവീസുകളുമായി കൂട്ടിയിണക്കാനും വിഴിഞ്ഞത്തേക്കും ലക്ഷദ്വീപിലേക്കും സർവീസ് വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ പറക്കും ബോട്ടിന്റെ മുകളിലാണ് ഞാനുള്ളത്. വിമാനത്തിലെ ആഡംബര യാത്രയ്ക്ക് തുല്യമായ ഉല്ലാസയാത്രയായിരിക്കും ഈ 2 ബോട്ടുകളും പ്രദാനം ചെയ്യുക. ഓണത്തിന് ഈ ബോട്ടുകൾ സർവീസ് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ JP കൊട്ടാരക്കരയ്ക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, കൊച്ചി.